ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിളി കൊണ്ട് വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷിനെയും കൂട്ടി ഒരു അഡ്വക്കേറ്റിനെ കാണാനായി പോയ നിധി ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുകയാണ്. നിധിയെ തനിക്ക് ഇഷ്ടമാണെന്ന് തുറന്നു പറയാനാകാതെ ഡിവോഴ്സിന്റെ കാര്യമോർത്ത് ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് സുധീഷ്. കുറച്ച് പുറത്തായിരുന്ന ഭക്ഷണം കഴിക്കുകയാണ് ഭാസ്കരൻ. ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അഡ്വക്കേറ്റ്. ഫോൺ അറ്റൻഡ് ചെയ്ത് സുധീഷിനോട് അഡ്വക്കേറ്റ് പറയുന്നു, ഡിവോഴ്സ് ഫയൽ ചെയ്യാനായി നാളെ നിങ്ങൾ രണ്ടുപേരും കോർട്ടിലേക്ക് വരണം. നാളെ ഒന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അഡ്വക്കേറ്റ് പറയുകയാണ്, അതെ, നാളെയാണ് ജഡ്ജിന്റെ മുന്നിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അഡ്വക്കേറ്റ് പറയുകയാണ്, 2-3 ഹിയറിംഗ് ഉണ്ടാകും, അപ്പൊ കോർട്ടിലേക്ക് വരണം. അതിനുശേഷം ഡിവോഴ്സിന് കൊടുക്കാം. ഇത് കുറിച്ച് നീട്ടിവെക്കാൻ പറ്റുമോ മേഡം എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അഡ്വക്കേറ്റ് പറയുകയാണ്, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ സുധീഷ് ചോദിക്കുകയാണ്, അതല്ല മേഡം, ഈ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് കുറച്ച് നീട്ടിവെക്കാൻ പറ്റുമോ? ഇത് കേട്ട് അഡ്വക്കേറ്റ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളല്ലേ ഡിവോഴ്സ് വേണോന്ന് പറഞ്ഞ് എന്റെ അരികെ വന്നത്, ഇപ്പൊ നീട്ടി വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സുധീഷ് പറയുകയാണ്, മേഡം, ഈ കാര്യത്തിൽ ഒന്നുകൂടി ആലോചിക്കണം. അഡ്വക്കേറ്റ് ചോദിക്കുന്നു, ആലോചിക്കണോ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ടല്ലേ ഡിവോഴ്സിന് വന്നത്? അതല്ല മേഡം, കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ നിധിക്ക് ഡിവോഴ്സ് വേണമെന്നാണ്, പക്ഷേ എനിക്ക് ഡിവോഴ്സ് വേണ്ടാന്ന്. എനിക്ക് മനസ്സിലായില്ല എന്ന് അഡ്വക്കേറ്റ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, മേഡം, എനിക്ക് ഡിവോഴ്സിന് താല്പര്യമില്ല. അന്ന് നിങ്ങൾ രണ്ടുപേരും സൈൻ ചെയ്ത് തന്നതല്ലേ എന്ന് അഡ്വക്കേറ്റ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സൈൻ ചെയ്തായിരുന്നു മേഡം, നിധിക്ക് വേണ്ടിയാണ് ഞാൻ സൈൻ ചെയ്തത്. അപ്പൊ അഡ്വക്കേറ്റ് പറയുകയാണ്, നിങ്ങൾക്ക് ഡിവോഴ്സ് വേണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് തന്നെ പറയണം. അന്ന് നിങ്ങൾ എന്റെ അരികെ വന്ന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് സൈൻ ചെയ്തിട്ട് പോയതല്ലേ. നാളെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാനായി ഡോക്യുമെന്റ് എല്ലാം ഞാൻ റെഡിയാക്കി. ഇപ്പൊ നിങ്ങൾക്ക് ഡിവോഴ്സ് വേണ്ടെന്ന് പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് തന്നെ സംസാരിക്കുക. നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, ഞാൻ വെക്കുവാണെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് നിധിയോട് ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും തനിക്ക് നിധിയെ പിരിയാൻ കഴിയില്ല എന്നുള്ള സത്യം തുറന്നു പറയാൻ കഴിയുന്നില്ല. സുഭാഷിനും നികേഷിനും ഹരീഷിനും ഒന്നും നിധിയുടെ തീരുമാനം മാറ്റണമെന്ന് പറയാൻ കഴിയുന്നില്ല. തുടർന്ന് നിധിയും സുധീഷും കോടതിയിലേക്ക് വരികയാണ്. അവർ അഡ്വക്കേറ്റിനെ കണ്ട് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്ത് കൊടുക്കുകയുമാണ്. തുടർന്ന് അഡ്വക്കേറ്റ് പറയുന്നു, ഫസ്റ്റ് കേസ് നമ്മുടേതാണ്, 1/2 മണിക്കൂറിനുള്ളിൽ അവർ വിളിക്കും. നിങ്ങളുടെ കേസ് നമ്പർ ആയിരിക്കും വിളിക്കുക. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മുന്നിലേക്ക് വരണം. അങ്ങനെ അഡ്വക്കേറ്റ് അവിടെ വന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നിധിയും സുധീഷും. ചുറ്റും നോക്കി സുധീഷ് ചോദിക്കുന്നു, നിധി, ഇവരെല്ലാവരും ഡിവോഴ്സ് വാങ്ങാൻ വേണ്ടി വന്നതാണോ? മീൻ മാർക്കറ്റ് നിൽക്കുന്നത് പോലെയുണ്ട്. എന്തോരോ ആൾക്കാരാ ഡിവോഴ്സ് വാങ്ങാനായി വന്നിരിക്കുന്നത്. അപ്പൊ നിധി പറയുകയാണ്, സുധീഷ്, വാ, നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നിൽക്കാം. ഫസ്റ്റ് കേസ് നമ്മുടേതായതുകൊണ്ട് നമ്മൾ തന്നെ മുന്നോട്ട് പോയി നിന്നേ പറ്റൂ. വിഷമത്തോടു കൂടി ഒന്ന് ആലോചിച്ച് സുധീഷ് പറയുന്നു, ഇതുവരെ ജഡ്ജി പോലും വന്നിട്ടില്ല, കുറച്ച് സമയം കഴിയട്ടെ. ജഡ്ജി വന്നതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോയി നിൽക്കാം. ആൾക്കൂട്ടത്തിനിടയിൽ നിധി വിയർത്ത ക്ഷീണത്തോടുകൂടി നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നിധി, ഇവിടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്ക്. അത് വേണ്ടെന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കണം, വെള്ളം എന്തെങ്കിലും വേണോ? ഞാൻ വാങ്ങിച്ചോണ്ട് വരണോ? നിധി ഇവിടെ തന്നെ നിന്നാ മതി, ഞാൻ വെള്ളം വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് സുധീഷ് പോയി വെള്ളം വാങ്ങിച്ചോണ്ട് വന്ന് നിധിക്ക് കൊടുക്കുകയാണ്. ക്ഷീണത്തോടുകൂടി നിധിയും സുധീഷും ആ വെള്ളം കുടിക്കുകയാണ്. ജഡ്ജി വന്നിരിക്കുന്നത് കണ്ട് നിധി പറയുന്നു, സുധീഷ്, ജഡ്ജി വന്നു, നമുക്ക് മുന്നോട്ട് പോയി നിൽക്കാം, എങ്കിലേ വിളിക്കുന്നത് കേൾക്കാൻ പറ്റൂ. സുധീഷ് പതിയെ നിധിയോട് പറയുന്നു, ഇന്ന് കോർട്ട് ലീവാണെന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ചുവിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പൊ നിധി ചോദിക്കാണ്, എന്താ സുധീഷ് ഈ പറയുന്നത്? ജഡ്ജി വന്നിരുന്നു കഴിഞ്ഞിട്ടാണോ കോർട്ട് ലീവാണെന്ന് പറയുന്നത്? ജഡ്ജി ചോദിക്കുന്നു, നിധി ആരാ? സുധീഷ് ആരാ? നിങ്ങളുടെ കേസ് ഡിവോഴ്സ് ആണോ? അതെന്ന് നിധിയും സുധീഷും തലയാട്ടുമ്പോൾ അഡ്വക്കേറ്റ് പതിയെ പറയുകയാണ്, ആണെന്ന് പറ. അതേ മേഡം എന്ന് നിധി പറയുമ്പോൾ ജഡ്ജി ചോദിക്കുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 4 months എന്ന് നിധി പറയുമ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കുകയാണ്, അതിനുള്ളിൽ ഡിവോഴ്സോ? ലവ് മാരേജ് ആയിരുന്നോ? അതേ മേഡം എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. ജഡ്ജി ചോദിക്കുന്നു, ഡിവോഴ്സിനുള്ള കാരണം എന്താ? നിധിയും സുധീഷും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ വീണ്ടും ജഡ്ജി ചോദിക്കുകയാണ്, ഡിവോഴ്സിന്റെ കാരണം എന്താണ്? അപ്പോൾ നിധി പറയുകയാണ്, എനിക്ക് ഇഷ്ടമല്ല മേഡം. സുധീഷ് വിഷമത്തോടുകൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ശരി എന്ന് പറഞ്ഞ ജഡ്ജ് ഫയലിൽ എന്തോ എഴുതുന്നത് കണ്ട് നിധി സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. സുധീഷ് വളരെ വിഷമത്തോടുകൂടി നിൽക്കുന്നു. ജഡ്ജി പറയുന്നു, ഇവരെ കൗൺസിലിംഗിന് കൂട്ടിക്കൊണ്ടുപോകും. കോടതിയിൽ അടുത്ത കേസ് വിളിക്കുകയാണ്. പുറത്തേക്കിറങ്ങിയ സുധീഷിന്റെയും നിധിയുടെ അരികിലേക്ക് വരികയാണ് അഡ്വക്കേറ്റ്. കേസ് കഴിഞ്ഞോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അഡ്വക്കേറ്റ് പറയുകയാണ്, കേസ് ഒന്നും കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ കൗൺസിലിംഗിന് പോകണമെന്നാ പറഞ്ഞത്. ഡിവോഴ്സ് ചോദിച്ച ഉടനെ ജഡ്ജി നിങ്ങൾക്ക് ഡിവോഴ്സ് തരില്ല. ഇപ്പൊ നിങ്ങൾ കൗൺസിലിംഗിന് പോകുമ്പോൾ നിങ്ങളോട് രണ്ടുപേരോടും അവർ സംസാരിക്കും. ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമല്ലാന്ന് അവരോട് പറ. ഇത് ജസ്റ്റ് ഫോർമാലിറ്റി മാത്രമാണ്. കൗൺസിലിംഗിന് ശേഷം മാത്രമേ എന്താണ് അടുത്തതെന്ന് എനിക്ക് പറയാൻ കഴിയൂ. നിങ്ങൾ രണ്ടുപേരും കൗൺസിലിംഗിന് പോയിട്ട് വാ. തുടർന്ന് അവരെ കൗൺസിലിംഗിനായി വിളിക്കുകയാണ്. നിധിയും സുധീഷും അകത്തേക്ക് കയറി വരുമ്പോൾ കൗൺസിലറിൽ ഒരാൾ ചോദിക്കുന്നു, നിധിയും സുധീഷും അല്ലേ? അതേന്ന് നിധി പറയുമ്പോൾ ആ മേഡം പറയുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമല്ലേ ആയിട്ടുള്ളൂ, അതിനുള്ളിൽ എന്താ ഡിവോഴ്സ്? അപ്പൊ നിധി പറയുകയാണ്, മേഡം, ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം. അപ്പോഴാ മേഡം പറയുകയാണ്, അതും മനസ്സിലാവുന്നുണ്ട്, ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം എന്താ? അപ്പൊ നിധി പറയുകയാണ്, അത് ഞങ്ങൾ തമ്മിൽ ശരി
ശരിയാകില്ല. ഇത് കേട്ട് ഒരു സാറ് ചോദിക്കാണ്, 4 മാസം കൊണ്ട് എന്ത് മനസ്സിലാകാനാ? 2-3 വർഷം ഒരുമിച്ച് ജീവിച്ചാലല്ലേ പരസ്പരം മനസ്സിലാക്കാൻ കഴിയൂ. 4 മാസം കൊണ്ട് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് കോർട്ടിലേക്ക് വരാമോ? പുതിയതായിട്ട് ഒരു ജോലിക്ക് ചേർന്നാലേ നമുക്ക് സെറ്റാകാൻ ഒരു 6 മാസമെങ്കിലും എടുക്കും. ഇത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാ, സമയമെടുക്കും. മാഡം ചോദിക്കുന്നു, ലവ് മാരേജ് അല്ലായിരുന്നോ? അതെന്ന് സുധീഷ് പറയുമ്പോൾ നിധി സുധീഷിനെ തിരിഞ്ഞു നോക്കുകയാണ്. ആ മാഡം ചോദിക്കുന്നു, മോളുടെ നാടെവിടാ? തക്കലയാണെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ തിരുവനന്തപുരം തന്നെയാണ് മാഡം. ആ മാഡം ചോദിക്കുന്നു, പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് 4 മാസത്തിനുള്ളിൽ ഡിവോഴ്സ് ചോദിച്ചു വന്നിരിക്കുന്നു. അപ്പൊ നിധി പറയുകയാണ്, ഞങ്ങൾ തമ്മിൽ ശരിയാകുന്നില്ല മാഡം, ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഡിവോഴ്സ്. ഇത് കേട്ട് ആ സാറ് പറയുകയാണ്, ഒരുമിച്ച് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനമെടുത്ത നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിനും തീരുമാനം എടുത്തൂടെ? ഇത് കേട്ട് നിധി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അങ്ങനെ നല്ലൊരു തീരുമാനം എടുക്കാം സർ. ആ മാഡം ചോദിക്കുന്നു, ശരി, നിങ്ങൾ പിരിയാനുള്ള കാരണം എന്താ? ഞങ്ങളുടെ ഇൻട്രസ്റ്റ് ഒന്നും കോമൺ അല്ല മാഡം എന്ന് നിധി പറയുമ്പോൾ ആ മാഡം ചോദിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? അപ്പൊ നിധി പറയുകയാണ്, മാഡം ഇതാ റീസൺ. അപ്പോഴാ മാഡം പറയുന്നു, സുധീഷ് എന്നാ പുറത്തു പോയിരിക്കും, ഞാൻ നിധിയുമായി സംസാരിച്ചിട്ട് സുധീഷിനെ വിളിക്കാം. ഇത് കേട്ട് നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് പുറത്തേക്ക് പോകുമ്പോൾ ആ മാഡം പറയുന്നു, ഇപ്പൊ പറ മോളെ, എന്താ കാരണം? അപ്പോൾ നിധി പറയുകയാണ്, മാഡം ഞങ്ങൾ തമ്മിൽ ശരിയാകില്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ ഒരേപോലെയല്ല, ഡിവോഴ്സ് കിട്ടിയാൽ മതിയെന്നുള്ള അവസ്ഥയിലാ. ആ സാറ് ചോദിക്കുന്നു, നിധി വർക്ക് ചെയ്യുന്നുണ്ടോ? അവൾ നിധി പറയുകയാണ്, ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയില് ആർക്കിടെക്റ്റായി വർക്ക് ചെയ്യുക. ഇത് കേട്ട് ആ സാറ് ചോദിക്കുന്നു, നിങ്ങളുടെ ഹസ്ബൻഡോ? അപ്പോൾ നിധി പറയുകയാണ്, സുധീഷ് ഒരു ട്രാവൽസിൽ ഡ്രൈവറായി വർക്ക് ചെയ്യുക. ഇത് കേട്ട് സാറ് പറയുകയാണ്, പ്രണയിച്ചപ്പോൾ സ്റ്റാറ്റസ് ഒന്നും അറിയില്ലായിരുന്നല്ലേ, കല്യാണത്തിന് ശേഷമാണ് സ്റ്റാറ്റസ് പ്രശ്നമൊക്കെ വന്നത്. ഇത് കേട്ട് നിധി പറയുകയാണ്, സ്റ്റാറ്റസ് ഒന്നും ഒരു കാരണമല്ല സർ, ഞങ്ങൾ തമ്മിൽ ശരിയാകില്ല, അത്രേ ഉള്ളൂ. ഇത് കേട്ട് ആ മാഡം പറയുന്നു, ശരി നിധി പുറത്തിരുന്നിട്ട് സുധീഷിനോട് ഇങ്ങോട്ട് വരാൻ പറ. ഇത് കേട്ട് നിധി പുറത്തേക്ക് പോവുകയാണ്. പുറത്തിരിക്കുന്ന സുധീഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, സുധീഷ് അകത്ത് വിളിക്കുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് അകത്തേക്ക് കയറി വരുമ്പോൾ ആ മാഡം പറയുന്നു, ഇരിക്ക്. സുധീഷ് അവിടേക്ക് ഇരിക്കുമ്പോൾ മാഡം ചോദിക്കുകയാണ്, നിങ്ങളുടെ ജോലി എന്താ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാനൊരു ട്രാവൽസിൽ ഡ്രൈവറായി ജോലി ചെയ്യുക. ഇത് കേട്ട് ആ മാഡം ചോദിക്കുന്നു, നിങ്ങൾ ഡ്രൈവർ ആയതാണോ അവരുടെ പ്രശ്നം? അപ്പൊ സുധീഷ് പറയുന്നു, അതല്ല മാഡം, അതൊന്നും നിധിക്കൊരു പ്രശ്നമേ അല്ല. ഇത് കേട്ട് ആ മാഡം ചോദിക്കുകയാണ്, പിന്നെ എന്താണ് നിങ്ങളുടെ ഇടയിലെ പ്രശ്നം? എന്തിനാണ് നിങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നത്? ആ പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്, നിങ്ങളെ കണ്ടിട്ടും നല്ലൊരു പയ്യനായി തോന്നുന്നു. പ്രണയിച്ച് കല്യാണം കഴിച്ച് നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചൂടെ? പറ സുധീഷ്, നിങ്ങൾക്കൊന്ന് ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിച്ചൂടെ? അപ്പൊ സുധീഷ് പറയുകയാണ്, മാഡം എനിക്ക് നിധിയുടെ ഒപ്പം ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹം, പക്ഷെ നിധിക്ക് എന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ല. ഇത് കേട്ട് ആ മാഡം ചോദിക്കുന്നു, അപ്പോ നിങ്ങൾക്ക് ഈ ഡിവോഴ്സിന് സമ്മതമല്ല? അപ്പൊ സുധീഷ് പറയുകയാണ്, സമ്മതമല്ല മാഡം, നിധിക്കാണ് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നത്. ഇത് കേട്ട് സാറ് പറയുകയാണ്, നിങ്ങൾക്ക് നിധിയോട് ഈ കാര്യം സംസാരിച്ചൂടെ? അപ്പോൾ സുധീഷ് പറയുകയാണ്, വേണ്ട സർ, ഇതുവരെയും നിധി എന്ത് ചോദിച്ചാലും ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇപ്പോ ഡിവോഴ്സ് ചോദിക്കുന്നു, എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാ പറയാൻ പറ്റില്ല. അപ്പോഴാ മാഡം പറയുകയാണ്, എന്താ സുധീഷ് ഇത്, ഒരു പാവക്കുട്ടിയെ ചോദിച്ചിട്ട് അത് കൊടുക്കുന്നത് പോലെയാണല്ലോ സുധീഷ് പറയുന്നത്. അപ്പൊ സുധീഷ് പറയുകയാണ്, മാഡം ഞാൻ നിധിയോട് ഇതെല്ലാം വേണ്ടാന്ന് പറഞ്ഞതാ, പക്ഷെ നിധിക്ക് ഡിവോഴ്സ് വേണോ എന്നാ പറയുന്നത്. ഇത് കേട്ടാ മാഡം പറയുന്നു, സുധീഷ് പോയി നിധിയെ വിളിച്ചോണ്ട് വാ. തുടർന്ന് നിധിയും സുധീഷും കൗൺസിലേഴ്സിന്റെ അരികിലേക്ക് വരികയാണ്. ആ മാഡം പറയുന്നു, കല്യാണം എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല, പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് 4 മാസം കൊണ്ട് ഡിവോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയാകില്ല. പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയുന്നു, എന്നെ സപ്പോർട്ട് ചെയ്താണല്ലോ സംസാരിക്കുന്നത്. ആ മാഡം പറയുന്നു, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്ക്, ഇപ്പൊ പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം, എന്തിന് ഡിവോഴ്സ് മേടിക്കുകയും ചെയ്യാം, അതിനുശേഷം ആലോചിക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാമായിരുന്നു എന്ന് തോന്നും. ഇതുപോലെയുള്ള കേസുകളെല്ലാം ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ജീവിതം നോർമൽ ആകുമെന്ന് വിചാരിക്കേണ്ട, അതിനുശേഷമാണ് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ജോലി ചെയ്യുന്ന ഓഫീസിൽ പോലും ഡിവോഴ്സ് എന്ന പേരോടുകൂടി വേണം ജോലി ചെയ്യാൻ. അത് തന്നെയാണ് എനിക്ക് സുധീഷിനോടും പറയാനുള്ളത്. നിങ്ങൾ രണ്ടുപേരും ചെറുപ്രായമാണ്, പ്രണയിച്ച് കല്യാണം കഴിച്ചവർ, കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം പോലും ആയില്ല. ഈ ഡിവോഴ്സ് ഒക്കെ വേണ്ടാന്ന് വെച്ചിട്ട് കുറച്ചുനാള് ഒരുമിച്ച് ജീവിച്ചു നോക്ക്. ഇതെല്ലാം കേട്ട് സുധീഷ് സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ നിധി പറയുന്നു, ഇല്ല മാഡം, ഞങ്ങൾക്ക് അതൊന്നും ശരിയാകില്ല. ഇത് കേട്ട് ആ മാഡം പറയുന്നു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ കുറച്ചു നാള് ഒരുമിച്ച് ജീവിക്കാനായി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അപ്പോഴേ ശരിയായില്ലെങ്കിൽ കോർട്ടിലേക്ക് വാ. അപ്പൊ നിധി പറയുകയാണ്, ഇല്ല മാഡം, ഞാൻ നന്നായി ആലോചിച്ച ഈ തീരുമാനം എടുത്തത്. സുധീഷ് മനസ്സിൽ പറയുകയാണ്, വാശി പിടിക്കുകയാണല്ലോ. നിധി പറയുന്നു, എന്തു വന്നാലും എന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകില്ല. അപ്പോൾ മാഡം പറയുകയാണ്, അതല്ല നിധി, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ നിധി പറയുകയാണ്, പ്ലീസ് മാഡം, ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ഓപ്ഷൻ ഞങ്ങൾ ആലോചിച്ചിരുന്നുവെങ്കിൽ ഇവിടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കേട്ട് കൗൺസിലേഴ്സ് ആലോചിക്കുമ്പോൾ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് സുധീഷ്. തുടർന്ന് കോടതിയിൽ നിന്ന് വരുന്ന സുധീഷും നിധിയും റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിക്കുകയാണ്. നിധി പറയുന്നു, കോർട്ടിൽ നിന്ന് അത്രയും പേരെ കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അതേ നിധി, ഞാനും പ്രതീക്ഷിച്ചില്ല, എത്ര കപ്പിൾസ് അവിടെ നിൽക്കുന്നത് കണ്ടത്.
ഇപ്പോഴെല്ലാം കല്യാണത്തിനേക്കാളും കൂടുതൽ ഡിവോഴ്സാ നടക്കുന്നതെന്ന് തോന്നുന്നു. നിധി ചോദിക്കുന്നു, കല്യാണത്തിനേക്കാൾ കൂടുതൽ ഡിവോഴ്സ് എങ്ങനെ കൂടുതലായിട്ട് വരും? കല്യാണം കഴിക്കാതെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, ശരി, കല്യാണത്തിന് ഈക്വൽ ആയിട്ട് ഡിവോഴ്സ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോ? ഇപ്പൊ ശരിയായോ? ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് നിധി. അപ്പൊ സുധീഷ് പറയുകയാണ്, കോടതിയിലേക്ക് പോയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് സിനിമയിലൊക്കെ കാണുന്നത് പോലെ സത്യം മാത്രമേ പറയൂ എന്നൊക്കെ പറഞ്ഞ് കോടതിയുടെ അപ്പുറം ഇപ്പുറം നമ്മൾ നിൽക്കും, വക്കീലന്മാർ വന്ന് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമെന്നൊക്കെയായിരുന്നു. ഇത് കേട്ട് നിധി പറയുകയാണ്, അതെ അതെ, ഞാനും അതാ പ്രതീക്ഷിച്ചത്. ഇതിപ്പോ ഏതോ പച്ചക്കറി മാർക്കറ്റിൽ ചെന്നതുപോലെയായിരുന്നു. അപ്പൊ സുധീഷ് പറയുകയാണ്, ഈ നാട്ടിൽ ആരും ഒരുമിച്ച് ജീവിക്കുന്നില്ലെന്നാ തോന്നുന്നത്, എല്ലാം ഡിവോഴ്സ് കേസാണ്. ഇത് കേട്ട് നിധി പറയുകയാണ്, അത് വിട് സുധീഷ്, കഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് പിരിഞ്ഞ് ജീവിക്കുന്നതല്ലേ? സുധീഷ് ചോദിക്കുന്നു, നിധി എന്താ എപ്പോ നോക്കിയാലും പിരിഞ്ഞ് ജീവിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? നിധി പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല. സുധീഷ് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുമ്പോൾ നിധി പറയുകയാണ്, എനിക്ക് ഡിവോഴ്സ് കിട്ടിയാൽ സുധീഷ് എനിക്ക് ട്രീറ്റ് തരണം. സുധീഷ് ചുമച്ചുകൊണ്ട് നിധിയെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, എന്തുപറ്റി സുധീഷ്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനൊരു വലിയ പ്രശ്നത്തിലായിരുന്നപ്പോൾ സുധീഷ് എന്നെ രക്ഷിച്ചു. ഇപ്പൊ ഞാൻ സുധീഷിനെ ഫ്രീ ആക്കി വിടാൻ പോകുക. സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്റെ ഫീലിങ്സ് മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറയുക, ഇവളെന്താ എന്നെ ഒട്ടും മനസ്സിലാക്കാത്തത്? അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് ഇനിയൊന്ന് കല്യാണം കഴിക്കുമ്പോൾ സെക്കൻഡ് മാരേജ് ആണെന്ന് പറയും, ഫസ്റ്റ് മാരേജ് ആണെന്ന് പറയില്ല. അത് ഓർക്കുമ്പോഴാ ഒരു വിഷമം. അപ്പൊ സുധീഷ് പറയുകയാണ്, അത് സാരമില്ല, ഞാൻ നിധിയെ കൊണ്ടുപോയി ആ പെൺകുട്ടിയുടെ മുന്നിൽ നിർത്താം. നിധി തന്നെ വിശദമായി എല്ലാം പറഞ്ഞു കൊടുത്താൽ മതി. ഞങ്ങൾ വെറുതെ കല്യാണം കഴിച്ചതാ, ഞങ്ങളുടെ ഇടയിൽ ഒന്നുമില്ലാന്ന് നിധി തന്നെ ആ പെൺകുട്ടിയോട് പറയണം. പുഞ്ചിരിച്ച നിധി പറയുകയാണ്, അത് ഞാൻ ഏറ്റു. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധിക്ക് എന്നോട് എന്ത് സ്നേഹ, എന്റെ കാര്യങ്ങളിൽ എന്തൊരു ശ്രദ്ധയാ. അപ്പോൾ നിധി പറയുകയാണ്, പിന്നെ കാണാതിരിക്കോ? സുധീഷ് എന്നെ ഒരുപാട് സഹായിച്ചതല്ലേ? സുധീഷ് മനസ്സിൽ പറയുന്നു, ഫസ്റ്റ് മാരേജ് എങ്ങനെ കൊണ്ടുപോകണമെന്നറിയാൻ നിൽക്കുക ഞാൻ, അപ്പോഴാ സെക്കൻഡ് മാരേജിന്റെ പ്ലാൻ നടത്തുന്നത്. തുടർന്ന് സുധീഷ് പറയുകയാണ്, ഡിവോഴ്സ് വാങ്ങാനായി കോർട്ടിൽ വന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആദ്യ കപ്പിൾ നമ്മളായിരിക്കും. ഇത് കേട്ട് നിധി പറയുകയാണ്, കറക്റ്റ് ആണല്ലോ, മറ്റാരാണെങ്കിലും അടി കൂടിക്കൊണ്ടിരുന്നേനെ, നമ്മളാ ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ. അങ്ങനെ നിധി പൊട്ടിച്ചിരിക്കുകയാണ്. തുടർന്ന് നിധി പറയുന്നു, ഇപ്പൊ ഡിവോഴ്സ് വാങ്ങാൻ വന്നവരെല്ലാവരും കല്യാണം കഴിക്കുമ്പോൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നായിരിക്കും. ഇപ്പൊ അവര് എന്ത് ദേഷ്യത്തിലാ മുഖത്തോട് മുഖം നോക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ വെറുക്കുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പൊ സുധീഷ് പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല നിധി, പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമുക്ക് അവരെ ഇഷ്ടമാണെന്ന് അറിയാതെ ഇരിക്കുന്നതാണ് അതിനേക്കാളും വലിയ വിഷമം. നിധി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് സ്നേഹത്തോടുകൂടി നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. നിധി എന്താന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇന്ന് നിധിയെ കാണാൻ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. നിധി ചോദിക്കുന്നു, എന്ത് വ്യത്യാസം? പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, ഇന്ന് നിധി ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്. എന്നും നിധി സുന്ദരിയാ, പക്ഷെ ഇന്ന് അല്പം കൂടി സുന്ദരിയാ. പുഞ്ചിരിച്ച് നിധി ചോദിക്കുന്നു, അങ്ങനെയാണോ? താങ്ക് യു. സുധീഷ്, ഇനി എത്ര തവണ നമ്മൾ കൗൺസിലിങ്ങിന് പോണം? ഞാൻ കൗൺസിലിംഗ് ഒന്നും പ്രതീക്ഷിച്ചതേയില്ല. രണ്ടുപേരും കൂടി ഒരുമിച്ച് ജഡ്ജിന്റെ മുന്നിൽ ചെന്ന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ കൗൺസിലിങ്ങിനൊന്നും അയക്കില്ലെന്നാ ഞാൻ വിചാരിച്ചത്. അവർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, അതേ നിധി, എന്നോട് തനിച്ച് സംസാരിച്ചപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് അവര് പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ വെച്ച് പ്രായമുള്ള രണ്ടുപേര് പറയുന്നതല്ലേ, അവര് പറയുന്നത് കേട്ട് ഒരുമിച്ച് ജീവിക്കാവുന്നവരെ എനിക്ക് തോന്നി. നിധി എന്താ പറയുന്നേ? നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിച്ചാലോ? അപ്പൊ നിധി പറയുകയാണ്, ഒന്ന് പോ സുധീഷ്, നമ്മൾ തമ്മിൽ ശരിയാവില്ല. ആരോ പറയുന്നു കരുതി അതൊക്കെ നമ്മൾ ചെയ്യണോ? സുധീഷ് അതിനുവേണ്ടി ഒന്നും ശ്രമിക്കണ്ട. സുധീഷിന് സുധീഷിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നമ്മൾ രണ്ടുപേരും ടോട്ടലി ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാ. ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. അത് നമുക്ക് രണ്ടുപേർക്കും നല്ലതല്ല. സുധീഷ് മനസ്സിൽ പറയുന്നു, നന്നായി, ഇനി ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ സുധീഷ്, വെറുതെ എന്തിനാ അപമാനിക്കാൻ അവസരം ഒരുക്കുന്നത്? മുഖത്തടിച്ചതുപോലെയല്ലേ മറുപടി പറയുന്നത്? അങ്ങനെ സുധീഷ് വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുമ്പോൾ നിധി ചിരിച്ചുകൊണ്ട് സുധീഷിനോട് സംസാരിക്കുകയാണ്. പുഞ്ചിരിച്ച് സുധീഷും നിധിയോട് സംസാരിക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്